ജോസിൽ, ഗുഡ് മോർണിംഗ്. ഇടുക്കിയിൽ എന്താണ് സ്ഥിതി? ഈ മഴ മുന്നറിയിപ്പും അതുപോലെ തന്നെ അലർട്ടുകളും ഒക്കെ പ്രഖ്യാപിച്ച ആദ്യഘട്ടം മുതൽ ലൈവിൽ നിന്ന് പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും ആവർത്തിക്കാനുള്ളത്. ഇടുക്കിയിൽ ശക്തമായ മഴയോ അതനുസരിച്ചുള്ള അപകടങ്ങളോ ഒന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാ കാലങ്ങളിലും വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ജില്ല എന്ന നിലയിൽ വളരെ ശ്രദ്ധയോടുകൂടി ആളുകൾ നോക്കുന്ന ഒരു സ്ഥലമാണ് ഇടുക്കി. എന്നാൽ അത്തരത്തിൽ പേടിക്കേണ്ടതായ ഒരു സാഹചര്യവും ഇടുക്കിയിൽ നിലവിലില്ല എന്നുള്ളതാണ് വസ്തുത. ഞാനിപ്പോൾ നിൽക്കുന്ന തൊടുപുഴയിൽ മാത്രമാണ് അല്പമെങ്കിലും ഭേദപ്പെട്ട ഒരു മഴ ഇടുക്കി ജില്ലയിൽ ലഭിച്ചത്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ തൊടുപുഴ താലൂക്കാണ് ഈ എറണാകുളവുമായിട്ടും അതുപോലെ തന്നെ കോട്ടയവുമായിട്ടും ഈ മഴ ശക്തമായി പെയ്ത പല പ്രദേശങ്ങളുമായും അതിർത്തി പങ്കിടുന്നത്. ഹൈറേഞ്ചിലേക്ക് അതുകൊണ്ട് ഈ തൊടുപുഴയിലാണ് താരതമ്യം. അത് ഏകദേശം ഒരു 17 മില്ലിമീറ്റർ മഴ മാത്രമാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ തൊടുപുഴ താലൂക്കിൽ ലഭിച്ചത്. എന്നാൽ മറ്റ് ഇടുക്കിയിലെ ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ മഴ താരതമ്യേന വളരെ കുറവായിരുന്നു. കണക്കുകളൊക്കെ പറയുകയാണെങ്കിൽ 1.6 മില്ലിമീറ്റർ ഉടുമ്പൻചോലയിൽ, ദേവികുളത്ത് 2.6 മില്ലിമീറ്റർ, ഇടുക്കിയിൽ വെറും 3 മില്ലിമീറ്റർ, പിന്നെയും പീരുമേട് 11 മില്ലിമീറ്റർ മഴ ലഭിച്ചു. അങ്ങനെ വളരെ കുറഞ്ഞ ഒരു മഴയാണ് ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ ലഭിച്ചത്. ഹൈറേഞ്ച് പ്രദേശങ്ങളുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാടിൻ്റെ അതിർത്തി ജില്ലകളിലാണെങ്കിലും കടുത്ത വേനലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തമിഴ്നാട്ടിലാണെങ്കിൽ ചില പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്നു, എന്നാൽ ഈ ഇടുക്കിയുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാടൻ ജില്ലകളിൽ ഒക്കെ കടുത്ത വേനലും ചൂടും തുടരുകയാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ എറണാകുളവും കോട്ടയവുമായി അതിർത്തി പങ്കിടുന്ന ഈ തൊടുപുഴ താലൂക്കിലാണ് താരതമ്യേന ഉച്ചയ്ക്ക് ശേഷമെങ്കിലും കുറച്ചു മഴ, ഒരു 17 മില്ലിമീറ്റർ മഴ കഴിഞ്ഞ് 24 മണിക്കൂറിൽ ലഭിച്ചത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇടുക്കി ജില്ലയിൽ. ശരി ജോസിൽ, ഏതായാലും മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടെ ജില്ലയെ നോക്കുക. അവിടെ നിന്നുള്ള വാർത്തകളെ വളരെ സജീവമായി രാവും പകലും വ്യത്യാസമില്ലാതെ എത്തിക്കുക, ലൈവുകൾ തരിക. മഴ വരട്ടെ, മഴ വരാതിരിക്കട്ടെ, ഇതെങ്ങനെ സംഭവിച്ചാലും ജനജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നത് വളരെ വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ ഇടുക്കിയെ നോക്കി ഞങ്ങളിലേക്ക് എത്തിക്കുക.